അപ്പം നമ്മുടെ ഗ്രില്ലർ സൂപ്പറായിട്ട് കത്തുണ്ട്. ഇത് കണ്ട നമ്മുടെ ചിക്കൻ ഗ്രില്ലായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ അമൻസ് ആർട്ട് ആൻഡ് എക്സ്പെരിമെന്റ്സ്. അപ്പം ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇന്നൊരു BBQയുടെ ഗ്രില്ലറാണ് ഉണ്ടാക്കണേ. ഒരു സോഡ ക്യാൻ വെച്ചാണ് ഉണ്ടാക്കണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഞെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ സ്പ്രൈറ്റിൻ്റെ ക്യാനാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെ വെട്ടാം. അപ്പോൾ അതേ നമ്മളുടെ സോഡ ക്യാൻ നമ്മൾ വെട്ടി കഴിഞ്ഞു. അപ്പോൾ എന്താ, അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ സൈഡിൽ വെട്ടണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ സൈഡിൽ വെട്ടി കൊടുക്കാം കേട്ടോ. ഒരു സ്ട്രിപ്പ്, എന്നാലും നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ ഈസി ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മുടെ ബാർബിക്യൂ മേക്കറിന്റെ അടിയിലത്തെ സ്റ്റാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 4 മറ്റേ എനിക്ക് ആവശ്യമില്ലാത്ത പെന്നുകളായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ 2 എണ്ണം ഇങ്ങനെ ഫെവിബോണ്ടാണെങ്കിൽ നല്ലത്. ഇപ്പം ഫെവിക്വിക്ക്, അറാൾഡൈറ്റ് അങ്ങനെ വല്ലതാണെങ്കിൽ നല്ലത്. ഫെവിക്കോളും വെച്ചൊന്നും നിൽക്കില്ല, കുറച്ച് ചൂടാകുമ്പോഴേക്കും പോവും. അപ്പോൾ ഇതിങ്ങനെ ഒട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, നന്നായിട്ട് ഒട്ടണ വരെ കേട്ടോ. അതുപോലെ തന്നെ മറ്റേ പെന്നിൻ്റെ ക്യാപ്പുകളുടെ കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്റ്റാൻഡ് ശരിയാക്കിയില്ല നമ്മൾ, അത് ഈ സ്റ്റാൻഡ് ഓരോന്നിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഫെവിബോണ്ടും വെച്ച്. ഈ സ്റ്റാൻഡ് ഇതിൻ്റെ അടിയിലും ഈ സ്റ്റാൻഡ് ഇതിൻ്റെ അടിയിലും. അപ്പോൾ നമ്മളുടെ ഗ്രില്ലർ റെഡി ആയിട്ടുണ്ട്. സോഡക്കാനം വെച്ചുള്ള ഗ്രില്ലർ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് ഗ്രില്ലാവോ ഇല്ലേന്ന്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ മറന്നുപോയി. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഒരു ബോണ്ടിങ്ങിന് വേണ്ടി ഇവിടെ കമ്പി ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ഗ്രില്ല് ചെയ്യണേക്കാട്ടും മുമ്പ് നമുക്ക് ഗ്രില്ലർ സെറ്റ് ആക്കണ്ടേ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ ഒരു കമ്പിയാണ്, കൊടയുടെ കമ്പിയാണ്. ഇവിടെ ഒരു പൊട്ടിയ കൊട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെൻറ്ററിലും ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് കണ്ട ഹോൾസ് ഇട്ടൊക്കെ കണ്ട, ഇവിടെ കമ്പി കയറ്റാനുള്ള ഹോൾസ്, ഗ്രില്ലറിന് വേണ്ടി കണ്ട ഹോൾസ് കണ്ട. 3 കമ്പി അതുപോലെ എടുത്തിട്ടുണ്ട് കണ്ട, 3 കമ്പി. അപ്പോൾ നമ്മൾക്കിത് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ 3 കമ്പി റെഡി ആയിട്ടുണ്ട്. ഗ്രില്ലർ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പറയാൻ പോകണമെങ്കിൽ ഞാൻ ഓപ്ഷണലാണ്. ഇത് കുടക്കമ്പി യൂസ് ചെയ്യണവർക്ക് കുടയുടെ കമ്പിയുടെ ടിപ്പിൽ ഇതുപോലെ ഒരു പാട്ട് കിട്ടും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് റോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്പികൾ. അപ്പോൾ ഇത് ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സൂപ്പറായിട്ട് ഇങ്ങനെ റോൾ ചെയ്യാം കണ്ടോ. അപ്പോൾ അതേ 3ഉം ഫിക്സ് ചെയ്തു. ഓൾ സെറ്റ്, നമ്മുടെ ഗ്രില്ലർ ഓൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ട് വരാം, ഗ്രില്ല് ചെയ്യണ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ കത്തിക്കാൻ നമ്മൾ യൂസ് ചെയ്യണത് കുറച്ച് ആവശ്യമില്ലാത്ത പേപ്പറും കുറച്ച് തീപ്പെട്ടിക്കുള്ളികളുമാണ്. അപ്പോൾ ഈ തീപ്പെട്ടിക്കുള്ളികളുടെ മുകളിലത്തെ ഭാഗം, അതിന് വെച്ചാൽ കത്തണ ഭാഗം നമ്മൾ സെപ്പറേറ്റ് ആക്കണം. എന്താണെന്ന് വെച്ചാൽ, തീപ്പെട്ടിക്കുള്ളികളുടെ ഈ ഭാഗത്തിൻ്റെ കൂടെ കത്തിക്കാൻ ഇട്ടാൽ ഭയങ്കര ഫ്ലെയിം ആയിരിക്കും. അത് നല്ലതല്ല, ഇഞ്ചുറി വരെ പറ്റാം. അപ്പോൾ ഇത് നിങ്ങൾ കത്തി തീരുന്ന കാണുമ്പോൾ കുറച്ചുകൂടി കത്താൻ വേണമെങ്കിൽ, ചിക്കൻ കുറച്ചുകൂടി കത്തണമെങ്കിൽ നിങ്ങൾ കുറച്ചത് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെയും തീ അതുപോലെ തന്നെ ആയിക്കോളും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ പേപ്പർ ചിപ്സ് അതിന് വെച്ചാൽ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ മാച്ച് സ്റ്റിക്സ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കത്തിക്കാൻ പോവാ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഗ്രില്ലർ സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. ഇടയ്ക്ക് ഇൻഫ്ലെയിം ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തോ തീ കൂടാൻ വേണ്ടി. കുറച്ച് ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ടിക്ക പോലെ എടുത്തിട്ടുണ്ട്, ഒരു കമ്പിയിൽ കുത്തിയിട്ട് കണ്ട ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് ഈ സമയത്ത്. സൂപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ട സാധനം. ഇത് കണ്ട നമ്മുടെ ചിക്കൻ ഗ്രില്ലായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ഈ ഗ്രില്ലർ സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. അപ്പം നമ്മളെ ചിക്കൻ ഫുള്ള് ഗ്രില്ലായിട്ടുണ്ട്.
അപ്പോൾ ഇത് അതിൽ നന്നായിട്ട് കത്തി പിടിച്ചിട്ട് ഒരു 5 to 6 minutes എടുത്തോളൂ ഇത് നന്നായിട്ടൊന്ന് ഗ്രില്ലായിട്ട് കിട്ടാൻ. സൂപ്പർ ലുക്കും ഉണ്ട്, സൂപ്പർ ടേസ്റ്റും ആയിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.